ഇല്ലായിരുന്നിരിക്കില്ല. തൃശ്ശൂര് കിഴക്ക് ഊളമ്പാറ തിരുവനന്തപുരം സൈഡിൽ പോയാൽ അതായത് നിങ്ങൾക്ക് രണ്ട് ബോട്ടിലേല് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിങ്ങളെ പോയി നിങ്ങളുടെ വീട്ടിൽ പോയി അടിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഗ്യാരണ്ടി വാറണ്ടി നിങ്ങൾക്ക് എന്തുണ്ട് നട്ടും ബോൾട്ടും. പിന്നെ ഈ നട്ടും ബോൾട്ടും ടൈറ്റാണോ ലൂസാണോ? ചിലർ പറയുന്നത് ലൂസാണ്, ചിലർ പറയുന്നത് ടൈറ്റാണ്, ചിലർ അടിക്കേ. ഓക്കെ. പിന്നെ 3 വിഷയങ്ങൾ നമ്മൾ ഇച്ചിരി കാര്യമായിട്ടാണ് സംസാരിക്കുന്നത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് കുളുകുളു വേണ്ട. അപ്പം എനിക്ക് കക്ഷത്തും കിട്ടുന്നില്ല, പൊക്കത്തുള്ളത് കിട്ടില്ല, കക്ഷത്തുള്ളത് കിട്ടില്ല. ഓക്കെ റൈറ്റ്. സോ യു ഡോണ്ട് ലൂസ് ഇറ്റ്. ഓക്കെ റൈറ്റ്. യു പ്രിഫർ മലയാളം ഓർ ഇംഗ്ലീഷ്? We'll try both. Okay right. Yeah. എത്ര പേര് ഇവിടെ 10 പഠിച്ചവരുണ്ട്? ഓക്കെ. Yeah. ഓക്കെ. ഇന്ന് ഒരു സ്പെഷ്യൽ ദിവസമാണ്, അറിയാമോ? എന്താ റീഡിംഗ് ഡേ. വായിച്ചാൽ വളരും, വായിച്ചില്ലേ വായും. ഓക്കെ. ഇന്ന് സമൂഹം പീസിലാണോ പീസസിലാണോ? പീസസ്. ഓക്കെ. PIECES റൈറ്റ്. ഇന്ന് സമൂഹം പീസസ് ആണ്. പീസസ്. ഓക്കെ. നോർമൽ പീസാണെന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ കർഷനായിട്ട് കാര്യമുണ്ടോ? ഇല്ലല്ലോ. ഓക്കെ. പിന്നെ നമ്മളെല്ലാവരും ആക്സിഡന്റൽ പ്രോഡക്റ്റാണ്. ഓക്കെ അല്ലേ? ഇപ്പം നിങ്ങൾ കളർ നിങ്ങൾ തിരഞ്ഞെടുത്താണോ? നീ ആണും പെണ്ണാണ് നിങ്ങൾ തിരഞ്ഞെടുത്താണോ? ഒന്നുമല്ലല്ലോ. നിന്നേതായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. പക്ഷെ എന്തോ ഉണ്ട് അല്ലേ? അത് യു ഫൈൻഡ് ഇറ്റ്. ഓക്കെ. ഇന്ന് സമൂഹം പീസസിലാകുമ്പോൾ നമ്മുടെ കഷ്ടങ്ങളാകുമ്പം നമ്മൾ തന്നെ കഷ്ടമാക്കിയിട്ട് കാര്യമില്ല. ഈ ആക്സിഡന്റ് ഇവർ നീ ക്രിസ്ത്യൻ, നിന്റെ അപ്പൻ ക്രിസ്ത്യനാണ്, നീ ക്രിസ്ത്യൻ റൈറ്റ്. ഓക്കെ. നിന്റെ ജാതി മതം ഇതെല്ലാം അത് വെച്ചിട്ട് നമ്മളെ തന്നെ ആക്സിഡന്റൽ പ്രോഡക്റ്റ് ആകരുത്. നമ്മളെ തന്നെ സംഭവമാക്കണം. ഓക്കെ. എങ്ങനെയാക്കണം? ഞാൻ കേരളത്തിൽ ക്ലാസ് എടുക്കുമ്പോൾ മലയാളികളെ പരമാവധി കൂട്ടാൻ നോക്കാറുണ്ട്. ഓക്കെ റൈറ്റ്. എൻ്റെ ഒരു കവിതയാണ്. ഉള്ളതുപോലെ പറയും എളിമ, ഉള്ളത് ഇല്ലാതാക്കി പറയും അളിമ, ഉള്ളത് പെരുപ്പിച്ച് പറയും പെരുമ, ഉള്ളത് അലിപ്പിച്ച് പറയും എളിമ. അപ്പം എളിമ എന്ന് പറഞ്ഞാൽ ഉള്ളതുപോലെ പറയും. ഓക്കെ. അപ്പം നമുക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, നേടാനായിട്ട് വലിയൊരു ലോകമുണ്ട്. ഓക്കെ. അപ്പം വായന ദിനം എന്നും പറഞ്ഞ് ഇതൊക്കെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ എത്രമാത്രം നമ്മുടെ ലോകത്തെ നമ്മൾ വിസ്തൃതമാക്കുന്നോ that much world we are. Okay right. പിന്നെ ഇന്ന് ഇന്ത്യയിൽ 2 ദിവസമാണ് സത്യമേവ ജയതേ. ഏതെല്ലാം ദിവസം സത്യമേവ ജയതേ? August 15 and January 26. അതല്ലാത്ത ദിവസം സത്യമാണ് ജയിക്കുന്നത് മക്കളെ, ആണോ? If you have dash, you can do anything and everything in India. എന്തുണ്ടെങ്കിലും you are right. ഫ്രീഡം സംഭവമാണ്. 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയെങ്കിൽ നമ്മൾ എന്തുമാത്രം അല്ലേ റൈറ്റ്. ഒരു 3 പഴക്കന്മാരുടെ ഒരു പ്രതിമയില്ലേ? നോ സ്പീക്ക് നോ ഈവിൾ, ഹിയർ നോ ഈവിൾ, സീ നോ ഈവിൾ. കണ്ടിട്ടുണ്ടാവും റൈറ്റ്. പിന്നെ ഇന്ത്യൻ ഡെമോക്രസി എന്നതാ 10 പേര് ചേർന്ന് ഒരു ആടിനെ പട്ടിയാക്കാം, പട്ടിയെ ആടാക്കാം റൈറ്റ്. അതിന് 100 പേര് ചേർന്നാൽ പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലുകൊണ്ട് അതിലിപ്പോ നടക്കുന്നത് റൈറ്റ്. അങ്ങനെ തന്നെ സിന്ദാബാ. ഓക്കെ റൈറ്റ്. പിന്നെ ഈ നമ്മൾ ബിവറേജസിൽ കേരളക്കാരെന്ന് പറഞ്ഞാൽ ഏറ്റവും പഠിപ്പിസ്റ്റുകളാണ്, ലിറ്ററസി ടോപ്പിൽ നിൽക്കുന്നതാണ്. ഓക്കെ. നമ്മൾ ബിവറേജസിന് മുമ്പിൽ 100 പേര് ക്യൂവിൽ നിൽക്കുക. ഓക്കെ. അതിൽ 95 പേര് മലയാളിയാണെങ്കിൽ 5 പേരാണ് ഹിന്ദിക്കാർ. അപ്പൊ ആർക്ക് വിവരം? നമുക്കാണ് ഹിന്ദിക്കാർക്കാണോ? ഹിന്ദിക്കാർക്കല്ലേ? നമ്മള്
95% നമ്മൾ ക്യൂല് നിൽക്കുമ്പോൾ ഇന്ത്യക്കാർ. ഞാൻ കണ്ടിട്ടുണ്ട് ഇരിയാനയുടെ ഫിഷ് മാർക്കറ്റില്, ഓക്കെ, അവിടെ ബസ് സ്റ്റാൻഡിന്റെ പുറകില് ഫിഷ് മാർക്കറ്റ് ഉള്ളപ്പം വൈകിട്ട് മലയാളി ചേട്ടന്മാര് മീനിന്റെ വില കുറേ നോക്കി ഇത് ചെയ്യും. എന്നാൽ ബംഗാളികള് നല്ല ഈ ഇതില്ലേ മാംസമുള്ള മീൻ മുറിച്ച് കഷ്ണമാക്കിയിട്ട് അവര് മേടിച്ചുകൊണ്ട് ആ സൈഡിൽ കഴിക്കും. ഓക്കെ, നമ്മൾ ചാളയും മത്തിയും അയിലും വെച്ച് നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ എനിക്കറിയാം ഗൾഫില് 15,000-20,000 താമസം നേടുന്ന മലയാളികളും എന്നാൽ നാട്ടില് 50,000 നേടുന്ന ബംഗാളികൾ എനിക്കറിയാം. ഓക്കെ, റൈറ്റ്. പിന്നെ നമ്മള് ജീവിതം ഒന്നേ ഉള്ളൂ അല്ലെ, അപ്പൊ നമുക്ക് അതിന്റെ അടിപൊളിയായിട്ട് ജീവിക്കണ്ടേ, നഷ്ടപ്പെടാൻ ഒന്നുമില്ല, നേടാനായിട്ട് വലിയൊരു ലോകമുണ്ട്. ഓക്കെ, റെഡിയാണോ? We should break the egg and make omelette. മുട്ട പൊട്ടിച്ച് ഓംലെറ്റ് ഉണ്ടാക്കിയാൽ നമുക്കത് വയറ് നിറയില്ല. വയറ് നിറയോ? സ്വപ്നത്തിലുള്ള ഓംലെറ്റ്. അപ്പം പ്രാക്ടിക്കൽ, ഞാൻ പറഞ്ഞു വരുന്നത് we should be practical and complete. നമ്മൾ പണ്ട് കേൾക്കാറില്ലേ, think globally, act locally. ഓക്കെ, പിന്നെ ഞാൻ പറയുന്നത് ഒരു മാങ്ങ നിറഞ്ഞു നിന്നാൽ അതിനെന്താ കിട്ടാം? മാങ്ങ നിറഞ്ഞു നിൽക്കുന്ന മാവിന് മറ്റുള്ളവരിൽ നിന്ന് എന്ത് കിട്ടും? ഏറ് കിട്ടും, കല്ലേറ് കിട്ടും. ഓക്കെ, നല്ല മധുരമുള്ള മാങ്ങാണെങ്കിൽ ഏറിന്റെ എണ്ണം കൂടുക. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മാവിനെ മാങ്ങ കൊണ്ട് നിറക്കി മധുരമുള്ളതാക്കുക. ആൻഡ് ട്രൈ ടു ഗെറ്റ് മാക്സിമം സ്റ്റോൺസ്. ദാറ്റ് ഈസ് ദ വർക്ക് ഓഫ് യുവർ ലൈഫ്. ഓക്കെ, ദെൻ 3 വിഷയങ്ങളാണ് ഞാൻ ഡീൽ ചെയ്തത്. ഒന്ന് മനുഷ്യനും മൃഗം തമ്മിലുള്ള വ്യത്യാസം, ഹ്യൂമൻ ആനിമൽ ഡിഫറൻസ്. സെക്കൻഡ്, പർപ്പസ് ഓഫ് സ്റ്റഡീസ്, പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം. 3, ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഓക്കെ, റൈറ്റ്. ശരീരത്തിൻ്റെ മാപ്പ് അറിയാമോ? മാപ്പ് ശരീരത്തിൻ്റെ അറിയാമോ? യെസ് ഓർ നോ? റൈറ്റ്. ഇത് ഹിമാചൽ പ്രദേശ്. ഇതെന്താണ്? ഹിമാചൽ. ഇത് ഉത്തർപ്രദേശ്. ഇത് ഉത്തരാകുമ്പോൾ ഇത് മധ്യപ്രദേശ്. റൈറ്റ്. താഴെ ആന്ധ്രാപ്രദേശ്. ഒരു സൈഡ് കാട് അരുണാചൽ പ്രദേശ്, ഒരു സൈഡ് സമുദ്രം സമുദ്രപ്രദേശ്. റൈറ്റ്. ഇതിൽ ഏത് പ്രദേശ പ്രശ്നക്കാരൻ? സോറി, ഏത് പ്രദേശ പ്രശ്നക്കാരൻ? ആ പ്രദേശത്താണ് നമ്മൾ ജീവിക്കുന്നത്. ആരാ? ഏതാ? പറ പക്ഷേ ഏതാ? മധ്യപ്രദേശ് അല്ലേ? ഇപ്പൊ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞ് നിങ്ങൾ സയൻസ് എടുത്തിരിക്കുന്ന ഒന്നുമില്ല ഡോക്ടർ എഞ്ചിനീയർ എന്തോ ഇത് കണ്ടിട്ടാണ് നിങ്ങൾ തിരിക്കുക. എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്തിരിക്കുന്ന? നാളെ നല്ലൊരു ഉദ്യോഗം കിട്ടി. ഇപ്പൊ നിന്നെ പോലെയുള്ളൊരു മൊബൈൽ ഷോപ്പിലൊക്കെ 500-600 വെച്ച് ഇതുണ്ടാക്കുന്നത്. ഇപ്പം നിങ്ങളിവിടെ ക്ലാസ്സിൽ സയൻസ് ബുക്കൊക്കെ പിടിച്ചു വരുമ്പോൾ നിങ്ങൾ അങ്ങോട്ട് പറയുന്നതിനാണ് നീ 500 നേടുമ്പോൾ നാളെ ഞാൻ 5 ലക്ഷം. ഓക്കെ, പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ എത്ര പഠിപ്പിച്ചിട്ടാണെങ്കിലും നെവർ ബിക്കം എ വാതാട്ടുന്ന കൾച്ചറിലോട്ട് വരരുത്. ഓക്കെ, ഇപ്പൊ നിങ്ങൾ IT പഠിച്ചു, വലിയൊരു IT കമ്പനി നിങ്ങൾ ചേർന്നു, അതിന്റെ ബോസ് നിങ്ങൾക്കൊരു ക്യാബിനും ഒരു ഇതും തന്നു, അതിൻ്റെ ഉള്ളിലിടും. ബോസ് പറയും വാലാട്ട് ബഹു. നമുക്ക് നല്ല സാലറി കിട്ടും, ബട്ട് ആഫ്റ്റർ വി ആർ ജയിലർ, റൈറ്റ് അല്ലേ? റൈറ്റ്. അങ്ങനെ ഉള്ള സിസ്റ്റം ഉണ്ടാക്കരുത്. ഓക്കെ, റൈറ്റ്. പിന്നെ ഇപ്പം ഈ ദിവസങ്ങൾ എന്നോട് പലരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞാൻ ഏത് രാജ്യത്തെ വേൾഡ് കപ്പിൽ സപ്പോർട്ട് ചെയ്യില്ല? ഞാൻ പറയുന്നത് ഇന്ത്യ. റൈറ്റ്, ഇന്ത്യ. നമുക്ക് ഇന്ത്യക്ക് ഒരു ടീമിൽ എന്ന് വെച്ചാൽ നമ്മൾ മറ്റുള്ളവർ വാങ്ങാനുള്ള ആവശ്യമുണ്ടോ? റൈറ്റ്. നെവർ monkeys imitate, human never imitate. ഇപ്പം PT ഉഷ അവള് ഒളിമ്പിക്സിൽ സമ്മാനം കിട്ടി. അവള് തന്നെ അങ്ങനെ കുറച്ച് പെൺകുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞ ഒളിമ്പിക്സിൽ അവര്. ഇപ്പം നിങ്ങൾക്ക് ഇന്ത്യയോടും ഫുട്ബോളിനും സ്നേഹമുണ്ടോ? നാളെ നമുക്കൊരു ടീം ഉണ്ടാകാനായിട്ട്. ഓക്കെ, അപ്പം ഇപ്പൊ പാടത്തും കായലിലും റെയിൽവേ സ്റ്റേഷൻ ട്രാക്കിലൊക്കെയാണ് കളിക്കാരൊന്ന് വെയിൽ കൊള്ളുന്നത്. ഓക്കെ, റൈറ്റ്. എന്നാൽ നമുക്ക് അപ്പം ഇപ്പം കുറേ കുട്ടികളെ നമ്മൾ വുമൻ ആൻഡ് ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അവരെ നമുക്ക്, അതായത് അപ്പനമ്മയില്ലാത്ത മക്കള്,
അവരെ നമുക്ക് ഇനിഷ്യേറ്റ് എടുത്ത് കമ്മിറ്റഡ് എടുത്ത് അവരെ ഇഫ് വി ക്യാൻ പ്രിപ്പയർ ourselves tomorrow we can have Indian team അല്ലേ റൈറ്റ് ഓക്കെ ദാറ്റ് ഈസ് യുവർ ഇനിഷ്യേറ്റീവ് ഓക്കെ റൈറ്റ് ഇപ്പം ചില രാജ്യങ്ങളെ നിങ്ങൾ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പൊ അർജന്റീനയുടെ ബ്ലൂ ആൻഡ് വൈറ്റ് ഈസ് അർജന്റീന റൈറ്റ് യാ അതൊരു 5-8 പതാകങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ മറ്റു രാജ്യങ്ങളൊക്കെ ഇപ്പം 5.5 ലക്ഷം ജനസംഖ്യയുള്ള ഒരു രാജ്യക്കാർ ഈ പ്രാവശ്യം വേൾഡ് കപ്പ് കളിക്കുന്നത് നമ്മുടെ ജനസംഖ്യ എത്രയാണെന്ന് അറിയാം 100 എന്നിട്ടും വി ഷുഡ് ടേക്ക് ഇനീഷ്യേറ്റീവ് ഓക്കെ റൈറ്റ് നമുക്ക് തുടങ്ങാം ആദ്യത്തെ നമ്മുടെ ടോപ്പിക് ഹ്യൂമൻ ആനിമൽ ഡിഫറൻസ് സാധാരണ ഞാൻ സ്കൂൾ കുട്ടികളായിട്ട് നമ്മൾ ഡിബേറ്റ് നടത്തി നിങ്ങളെ ഞാൻ മൃഗത്തിനെ സപ്പോർട്ട് ചെയ്യും നിങ്ങളുടെ മനുഷ്യനെ സപ്പോർട്ട് ചെയ്യാൻ പറഞ്ഞ് അവസാനം വി മേക്ക് കൺക്ലൂഷൻ ദാറ്റ് ആനിമൽസ് ആർ ബെറ്റർ ദാൻ ഹ്യൂമൻ ഓക്കെ അതിന് വെല്ലുവിളിക്കാവുന്ന സാധാരണ നിങ്ങൾ പറയുന്നത് മാൻ ഈസ് എ സോഷ്യൽ ആനിമൽ റൈറ്റ് ഇപ്പം ഞാൻ പറയും ഇപ്പോൾ സോഷ്യൽ ആനിമൽ ആകുമ്പോൾ ഇപ്പം റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും കുറേ പേര് തന്നെയടിച്ച് കിടക്കാം നമ്മൾ അവരോട് ചോദിക്കാം ചേട്ടാ ഏത് വണ്ടിക്കാണ് പോകുന്നത് എങ്ങോട്ടാണ് പോകേണ്ടത് ഇപ്പം കാലിക്കട്ട് ബസ് സ്റ്റാൻഡിൽ ഒരു ചേട്ടൻ മൂടി പോച്ച് കിടന്ന ചേട്ടൻ്റെ മണം ഉറപ്പാണ് അറിയുന്നത് ആ ചേട്ടൻ വടിയായിട്ട് 3 ദിവസമായി നമ്മൾ കാക്കനെ കല്ലെറിഞ്ഞ് നോക്കിയാൽ എന്താ നടക്കുക കാക്കയെ കല്ലെറിഞ്ഞാൽ അതിന് മേലെ കൊണ്ടുകഴിഞ്ഞാൽ അത് അലമ്പാക്കി മറ്റേ കാക്കകളെ വിളിച്ച് നിങ്ങളുടെ പരിപ്പ് എടുക്കും പിന്നെ ഒരു വർഷം നിങ്ങൾ ഹെൽമെറ്റ് വെച്ച് ആ റോഡിലൂടെ പോകേണ്ട ഗതികളാണ് ഓക്കെ അതാണ് കാക്കകളുടെ സോഷ്യലിസം നമ്മള് അങ്ങനെ തന്നെ സിന്താബാ അല്ലേ പിന്നെ നമ്മൾ പറയും ഫീലിംഗ് റൈറ്റ് മനുഷ്യർക്ക് ഫീലിംഗ് റൈറ്റ് ഇപ്പം പണ്ട് 2 മണിക്കൂറാണ് കല്യാണം ഒക്കെ 1 മണിക്കൂർ താലികെട്ട അമ്പലത്തിലെ പള്ളിയിലോ 1 മണിക്കൂർ ഞാൻ ഇപ്പം കല്യാണം എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് അല്ലെ ചിലർക്ക് 2 ദിവസം ചിലർക്ക് 3 ദിവസം ചിലർക്ക് 1 ആഴ്ച ചിലർക്ക് 1 മാസം ചിലർ വർഷം തോറും ആഘോഷമാണ് ഇങ്ങനെ ആഘോഷിച്ച് നമ്മൾ മക്കളൊക്കെ ആയി കഴിഞ്ഞാൽ ഈ അപ്പന്മാരും അമ്മമാരും കല്യാണം ഡൈവോഴ്സായി മക്കള് പെരുവഴിയിലിട്ട് 3ാം കല്യാണം കേട്ടാൻ കൊടുക്കുക റൈറ്റ് ഇപ്പം നിങ്ങൾ 100 കിലോ 1 കിലോ തൂക്കുള്ള ഒരു പെടക്കോഴി നിങ്ങൾ പ്രീമെക്കെട്ട് കയറിയ ഈ പെടക്കോഴിയുടെ കൂടെ 10 കോഴിക്കുഞ്ഞുങ്ങളുണ്ടെന്ന് കൂട്ടാം എന്താ നടക്കുക നിങ്ങൾ 100 കിലോ പെടക്കോഴിയുടെ തൂക്കത്തിന് 1 കിലോ റൈറ്റ് നിങ്ങൾ നിങ്ങളുടെ ചെറുവിരലുകൊണ്ട് ഒന്നും ചോദിച്ചാൽ മതി പെടക്കോഴി ചത്തു വിടും ഓക്കെ റൈറ്റ് ബട്ട് ഷീ ടേക്ക് ഇനീഷ്യേറ്റീവ് അല്ലെ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടില്ലേ വലിയ വലിയ മൂക്കം പാമ്പുകളെ കോഴി തള്ളക്കോഴി കൊത്തി ഓടിച്ച് വിടുന്നത് നമ്മുടെ സോ ഹൂസ് ലവ് കമ്മിറ്റ്മെന്റ് ഹാസ് വാല്യൂ ആനിമൽസ് ഓർ ഹ്യൂമൻ ഇപ്പൊ നിങ്ങള് ഹോസ്റ്റസ് ആണ് പോയി കഴിഞ്ഞാല് ഓക്കെ റൈറ്റ് ഇപ്പൊ നമ്മുടെ ഇംഗ്ലീഷ് കൾച്ചർ നോക്ക് ഹൗ ആർ യു 3 പിള്ളേർ പറയുന്നതന്നെ വി ആർ വെരി ഫൈൻ താങ്ക് യു അതാണ് ഇംഗ്ലീഷ് കൾച്ചർ റൈറ്റ് ഇപ്പൊ നിങ്ങൾ എയർ ഹോസ്റ്റസ് ആണ് പഠിക്കാൻ പോയി കഴിഞ്ഞാലും എത്ര മൂഡ് ശരിയാണെങ്കിലും വരുന്ന കസ്റ്റമേഴ്സിനെ വെൽക്കം എന്ന് പറഞ്ഞ് ചിരിച്ചുകൊണ്ടിരിക്കണം അല്ലേ റൈറ്റ് അപ്പൊ ഒരു ചിരിക്കാനുള്ളൊരു ഡ്യൂപ്ലിക്കേറ്റ് ട്രെയിനിങ് നിങ്ങൾക്ക് എയർ ഹോസ്റ്റസ് ആണ് കിട്ടുന്നുണ്ട് ഓക്കെ പിന്നെ നമ്മൾ പറയാ മനുഷ്യർക്ക് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ വലിയ ഹൈ ടെക്നോളജി റൈറ്റ് ഓക്കെ നമ്മൾ വലിയ ഞാൻ പറയും നമ്മുടെ കഴിവതെല്ലാം വെച്ച് നമ്മൾ വലിയ വലിയ ബിൽഡിങ്ങുകൾ പണിയുന്നുണ്ട് ഞാൻ പറയും ഒരു കിളി അതിൻ്റെ ചുണ്ടും കാലും ഉപയോഗിച്ച് ചെറിയ റൗണ്ട് ഷേപ്പിൽ ഒരു പൊത്തൊക്കെ ആയിട്ട് ഒരു കിളി കൂടെ ഉണ്ടാക്കും അല്ലേ നിങ്ങൾക്ക് എന്ത് തരാം അങ്ങനെ ഒരു പ്യുവർ ആയിട്ടുള്ള ഒരു കിളി കൂടെ ഉണ്ടാക്കി തരാൻ പറ്റുമോ ഇപ്പൊ നിങ്ങൾ സയൻസ് എക്സിബിഷൻ നിങ്ങൾ പോയി ഷൈൻ ചെയ്യാം നിങ്ങൾക്കൊരു ഫോം കൊടുക്കാറുണ്ട് നാളെ നിങ്ങൾ ഒരു ലിറ്റർ തേൻ പൂക്കളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുമോ തേൻ പൂക്കളിൽ നിന്ന് ഓക്കെ പൈസ കൊടുത്ത് കടയിൽ നിന്ന് മേടിച്ചു കൊണ്ടുവരുന്നതല്ല തേൻ പൂക്കളിൽ നിന്ന് കളക്ട് ചെയ്ത് കൊണ്ടു പറ്റുമോ ഇല്ലല്ലോ ഇല്ല റൈറ്റ് സോ പിന്നെ നമ്മളൊരു ഇപ്പം റെയിൽവേ ബോംബ് സ്ക്വാഡ് ഉണ്ട് റെയിൽവേ സ്റ്റേഷനിൽ ഇങ്ങനെ അതിൻ്റെ ഓഫീസർ ആരാന്ന് പറയാം 4 കാലുള്ള ഒരു നായ പട്ടിയോ ബട്ട് മെയിൻ ഓഫീസർ ഈസ് ഡോഗ് ഓക്കെ ഇപ്പം സുനാമിക്ക് വന്നപ്പോൾ ചില തവളകൾ നമുക്ക് സ്വർണ്ണം ഉണ്ടാക്കി കൊടുത്തു തന്നു നമ്മുടെ സയൻസ് ടെക്നോളജി എത്ര വളർന്നിരിക്കുന്നത്
ബട്ട് നമുക്ക് ഇതേവരെ കിട്ടിയില്ല. ഇതിന് 2-3 വർഷം മുമ്പ് വയനാട്ടില് ഇവിടെ മണ്ണിടിഞ്ഞപ്പം ഒരാളെ പോലും അവിടെ ചത്ത് ശവം കിട്ടിയില്ല. കാരണം ടെക്നോളജി ഈസ് ഹയർ. ഓക്കെ, അവര് കാൽക്കുലേറ്റ് ചെയ്ത് അവർ സ്ഥലം വിട്ടു. ഓക്കെ, റൈറ്റ്. പിന്നെ നമ്മൾ സ്കൂളിൽ പോകുന്നു അല്ലെ, നിങ്ങളെക്കാളും ഇപ്പൊ ICSE ടോപ്പ്, പിന്നെ CBSE, പിന്നെ സ്റ്റേറ്റ്, പിന്നെ സ്കൂളിൽ പോകാത്ത നിങ്ങളെക്കാളും ICSEക്കാളും ടോപ്പിലാണ് ഞങ്ങളുടെ സ്കൂള്, ഞങ്ങളുടെ മുഖത്തിന്റെ. ഓക്കെ, റൈറ്റ്. പിന്നെ നമ്മൾ വലിയ എഡ്യൂക്കേറ്റഡ് ആണ്. ഇപ്പൊ നമ്മള് ബാങ്കിൽ പൈസ ഉണ്ടാക്കി, ഓക്കെ, നമ്മള് ATM ക്യാഷ് എടുത്ത് നമ്മള് മോളിൽ പോയി നമ്മള് കലക്ക് മേടിച്ച് സോസം കഴിച്ച് നമ്മൾ ഫോട്ടോ കുത്തിയിരിക്കണം. ആൻഡ് animals eat fresh vegetables without any expense. സിറ്റിയിൽ കുറെ പൊല്യൂട്ടഡ് ആണെങ്കിൽ കാടുകളിൽ. ഓക്കെ, പിന്നെ ചിലർ പറയും നമ്മള് ഇതില്ലേ ഈ വെറ്റിനറി ഡോക്ടേഴ്സ്, നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മളിപ്പം ആർട്ടിഫിഷ്യൽ ഡോഗ്സ് ആൻഡ് പെറ്റ്സ്, ഓക്കെ, മീനുകൾ പല കളറുകളിൽ മീൻ, ഇത് നമ്മുടെ ക്ലോണിങ്ങിലൂടെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഡോഗ്സ് ആണ്, പെറ്റ്സ്. ഓക്കെ, ഇവർക്ക് വെറ്റിനറി ഡോക്ടറിന്റെ ആവശ്യമുണ്ട്. നാട്ടിൽ എത്രയോ കോടിക്കണക്കിന് മൃഗങ്ങളുണ്ട്. ഡു യു തിങ്ക് ദാറ്റ് ദേ ഗോ ഫോർ എനി വെറ്റിനറി ട്രീറ്റ്മെന്റ്? ഇത് നമ്മുടെ ഇങ്ങനെയുള്ള സംസ്കാരം നമ്മുടെ പുരോഗമനാണോ അധോഗമനാണോ? പുരോഗമനത്തിന് ഓപ്പോസിറ്റ് അല്ല അല്ലെ? നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി പല കളറുകളിലൊക്കെ മീനുകളൊക്കെ ഉണ്ടാക്കി. ഓക്കെ, റൈറ്റ്. പിന്നെ anybody who can challenge me? പിന്നെ ഞാൻ പറയും ടാർസൻ ആരാ? brought by monkeys, right? ഈ ടാർസൻ കാട്ടില് ജീവിക്കുമ്പോൾ അവന് ബ്രഷ് ഇല്ല, ഡ്രസ് ഇല്ല, ഒന്നുമില്ല. നമ്മൾ മനുഷ്യരായിട്ട് നാട്ടിൽ ജീവിച്ചു കഴിഞ്ഞാൽ 5 മണിയാകുമ്പോൾ അമ്മ കുത്താൻ തുടങ്ങും, എഴുന്നേറ്റ് പല്ലേക്ക് എന്ത് ചെയ്യും, ഡ്രസ് ചെയ്യും. ഓക്കെ, അപ്പം നമുക്ക് ഫ്രീ ആയിട്ടുള്ള ജീവിതമാണെങ്കിൽ കാട്ടിൽ പോയിട്ട് നമുക്ക് ടാർസിമാരാണ്. മനുഷ്യരാണോ പണി ചെയ്ത് കഷ്ടപ്പെട്ട് ഇവിടെ സിറ്റിയിൽ ജീവിക്കാം. അപ്പൊ ചില പിള്ളേർ പറയും ഞങ്ങളിന്ന് ക്ലാസ് കഴിഞ്ഞാൽ ഞങ്ങൾ കാട്ടിൽ പോയി കുരങ്ങൻ്റെ കൂടെ ജീവിക്കാം. അതല്ല. ഓക്കെ, റൈറ്റ്. Anybody who can challenge me? Animals are better than people. Anybody? പറ ഒരു പോയിന്റെങ്കിലും. ഞാനിവിടെ റെഗുലറായിട്ട് അഭിപ്പോൾ സാർ നമ്മുടെ സുഹൃത്താണ്. ഞാൻ കണ്ടിരിക്കുന്ന സയൻസ് ഗ്രൂപ്പിലുള്ള പിള്ളേര് ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ആൻഡ് they cannot agree that animals are better than human. But humanities അവരൊക്കെ അങ്ങനെ ഇരുന്നു. But anybody who can challenge me? അതില്ല, അങ്ങനെ മനസ്സിലാവും. ഓക്കെ, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഉദാഹരണം പറയാം. ഞാനിപ്പം സംസാരിക്കുമ്പോൾ ആരും ചായ തയ്യാറാക്കാം. ഓക്കെ, ചായ തയ്യാറാക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സ്പൂൺ പഞ്ചസാര താഴെ വീഴും. ആരെങ്കിലും അവരെ ഫോൺ ചെയ്ത് വിളിക്കുമോ, SMS കിട്ടോ, തയ്യാറാക്കാം. They come and go in the same line. Okay, very good discipline. അല്ലേ? റൈറ്റ്. ഇപ്പം ഒരു സ്പൂൺ പഞ്ചസാര ആണെങ്കിലും ഒരു ചാക്ക പഞ്ചസാര ആണെങ്കിലും they take the whole thing to the next for tomorrow. So അവർക്കൊരു സേവിങ് സിസ്റ്റം അല്ലേ? Okay, so do you agree with me that animals are better than human? Yeah. 5 വ്യത്യാസമുണ്ട് മനുഷ്യനും തമ്മിൽ. 5 വ്യത്യാസമുണ്ട്. ഒന്ന്, ഇന്റലക്ട് വിത്ത് റീസൺ. നമ്മളുടെ ഇന്റലക്ട് വിത്ത് റീസണിങ് പവർ, റൈറ്റ്? ബട്ട് വി ഡോണ്ട് യൂസ് ഇറ്റ്. ഇപ്പം മനുഷ്യർക്ക് ബുദ്ധിയുള്ളവർക്ക് ബോധമില്ല, ബോധമുള്ളവർക്ക് ബുദ്ധിയില്ലാത്തൊരവസ്ഥയാണ് അല്ലേ? ഇപ്പം AI ലോക അല്ലേ? ഇപ്പൊ നമ്മൾ ഉത്തരം പറഞ്ഞില്ലെങ്കിലും അല്ലെ, ചോദിച്ചാൽ മതി, മൊബൈലിൽ ചോദിച്ചാൽ മതി, അവര് ഉത്തരം പറഞ്ഞത്. ഓക്കെ, റൈറ്റ്. ഇറ്റ്സ് an artificial world, but we should not be duplicate. കാലം മാറിയാലും കോലം മാറുന്നത്. ഓക്കെ, റൈറ്റ്. പിന്നെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്ന റമ്മിന്റെയും ബ്രാൻഡിന്റെ ഒക്കെ കുപ്പിയുടെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇത് കുടിക്കുന്ന ആരോഗ്യത്തിന് ഹാനികരം. ഓക്കെ, റൈറ്റ്. പണ്ട് ആണുങ്ങളെ പ്രശ്നമാകുമ്പോൾ ഇപ്പൊ പെണ്ണുങ്ങളും സ്ത്രീ ശക്തി
മണം വരാത്ത ചിന്ന ഫ്രൂട്ട് അടിച്ച് ഇപ്പം പെണ്ണുങ്ങളും ആൻഡ് ഡ്രഗ്സ്. ഓക്കെ, ഇതെല്ലാം നമ്മുടെ റീസണിംഗ് പവറിന്റെ വയലേഷൻ. ഓക്കെ റൈറ്റ്. ഇപ്പം കാട്ടില് എത്രയോ മൃഗങ്ങൾ. ഓക്കെ, ഇപ്പം ഒരു മാനിനെ പുലികൾ പിടിച്ച് തിന്നു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഭാഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉപേക്ഷിച്ച് കഴുകന്മാർക്ക് വെച്ചു കൊടുക്കും. പക്ഷെ മനുഷ്യർ അങ്ങനെയാണോ? കിട്ടിക്കഴിഞ്ഞാൽ നമ്മള് അല്ലേ, ഇപ്പൊ ചിലവർക്ക് മൃഗത്തിന്റെ കരളാണിഷ്ടമെങ്കിൽ അവർ 10 മൃഗത്തിന് പിടിച്ച് അതിന്റെ കരള് മുറിച്ച് അവര് കറി വെച്ച് കഴിക്കല്ലേ. ഗാന്ധി പറഞ്ഞിട്ടില്ലേ, there is enough things for everybody's need, not for everybody's greed. Okay, right. രണ്ടാമത്തെ വ്യത്യാസം thinking power. Okay, thinking, മനസ്സ്. Okay, mind to think. ഇപ്പം മൃഗങ്ങൾക്കും മനസ്സില്ലേ? ഇപ്പൊ നിങ്ങളെക്കാളും സ്മാർട്ടാണ് കാക്ക. ഇപ്പൊ നിങ്ങൾ കാക്കനെ കല്ലെടുക്കുന്നതിന് മുമ്പ് കാക്ക പറഞ്ഞു. സോ ബട്ട് ഹ്യൂമൻ മൈൻഡ് ഇസ് that is a capable faculty of making our physic body live better. Okay, മനസ്സ്. ഇപ്പൊ പെണ്ണുങ്ങളുടെ പ്രശ്നം തുടങ്ങുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണെങ്കിൽ ആണുങ്ങളുടെ പ്രശ്നം തുടങ്ങുന്നത് മധ്യപ്രദേശിൽ നിന്നാണ്. Shall I prove? Ladies first. നിങ്ങളുടെ പ്രശ്നം എങ്ങനെയാ? ഓക്കെ, ലിപ്സ്റ്റിക്, നോ സ്റ്റിക്, ഐ സ്റ്റിക്, ഫുൾ സ്റ്റിക്. റൈറ്റ്. സ്റ്റൈലുള്ള പെൺകുട്ടി വിചാരിക്കും ഞാൻ ഇവിടെ ഉള്ളപ്പം. നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്റ്റൈലുകൊണ്ട് നിങ്ങൾ മിസ് യൂണിവേഴ്സായി, മിസ് അതിൻ്റെ അപ്പുറത്ത് മിസ്സായി. നിങ്ങൾക്ക് ഭ്രാന്ത് വന്നു കഴിഞ്ഞാൽ, മനസ്സ് പോയി കഴിഞ്ഞാൽ ബ്യൂട്ടി കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഓക്കെ, ആളുകളുടെ പ്രശ്നം എവിടുന്നാന്ന് പറഞ്ഞേ? ഏത് പ്രദേശ? മധ്യപ്രദേശ്. ഈ മധ്യപ്രദേശിന്റെ പ്രത്യേകത എന്താ? ചിലര് പ്രത്യേകിച്ച് പടകസ്ഥാനില് ക്ലാസ് കഴിഞ്ഞാൽ ഓക്കെ ഐ യൂസ് ടു ഒബ്സർവ്. ഓക്കെ, അവിടെ ഒരു ഷോ ഓഫിനുള്ളൊരു ഫീൽഡ് ഉണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ചില ആൺകുട്ടികള് ഇങ്ങനെ കൈയൊക്കെ വിരിച്ച് നേടിഞ്ഞ് നടക്കും. ആരാ പേര് പറയില്ല. 6 പാക്ക് ഉള്ളവരും 6 പാക്ക് ആഗ്രഹിക്കുന്നവരും. ഓക്കെ റൈറ്റ്. ഇപ്പം നിങ്ങളിപ്പോ 6 പാക്ക് 10 പാക്ക് ഒരു 20, 25, 100 പാക്ക് നിങ്ങളിപ്പോ മിസ്റ്റർ ഇന്ത്യ, മിസ്റ്റർ യൂണിവേഴ്സ് ആയി നിങ്ങൾക്ക് ഭ്രാന്ത് വന്നു കഴിഞ്ഞാൽ ഈ പാക്ക് കൊണ്ട് വല്ല ഉപകാരമുണ്ടാവും. ഇപ്പം മനുഷ്യന്റെ മനസ്സ്, ഇപ്പം ആട്, പശു, ഈവൻ എലഫന്റ്, ഇവരൊക്കെ ജനിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾക്കുള്ളിൽ ഓടാൻ തുടങ്ങും. പക്ഷെ മനുഷ്യൻ നടക്കാനായിട്ട് മിനിമം എത്ര ദിവസം എടുക്കും? 1 വർഷം. ഓക്കെ, നമ്മളപ്പം 1 വർഷമാണ് ദൈവം നമുക്ക് നടക്കാൻ തരുന്നത്. കാരണം പിന്നെ സാധാരണ മൃഗങ്ങൾക്ക് അവരുടേതായിട്ടുള്ളതുണ്ടെങ്കിൽ മനുഷ്യന്റെ പ്രവൃത്തി ഓക്കെ അവന്റെ മനസ്സിന് കിട്ടുന്ന ഓക്കെ. ഇപ്പം there is no use of sex education for animals but human need. ഓക്കെ, human need. അപ്പം മനസ്സിനെ നിങ്ങൾ നിയന്ത്രിക്കണം. ഓക്കെ, പിന്നെ നമ്മൾ പറയും ഫീലിംഗ്. മനസ്സിന്റെ ഭാഗത്ത് നിന്ന് എന്താ പറയുന്നത്? ഫീലിംഗിന്റെ നിർവചനം എന്താ? ഫീലിംഗിനെ എങ്ങനെ നിർവചിക്കുക? നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെ റിയാക്ഷൻ, ശരീരത്തിന്റെ റിയാക്ഷൻ. അപ്പോൾ ദേഷ്യം നല്ല ഫീലിംഗ് അല്ല, സന്തോഷം നല്ല ഫീലിംഗ് ആണ്. നല്ലതും ചീത്തയും അങ്ങനെയുള്ള ഫീലിങ്ങിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ, ഇപ്പൊ നല്ല ഫീലിംഗ് മാത്രമുള്ളെങ്കിൽ നിങ്ങൾ വല്ല വിശുദ്ധരുടെ ഈ കന്യാസികളുടെ ഗവൺമെന്റിലോ ചില്ലുമുട്ടിലൊക്കെ ഇരുന്ന് പറയണം. ഓക്കെ, അല്ലെങ്കിൽ ഇറ്റ് കംസ് ഇറ്റ്സ് എനി ഗുഡ് ഫീലിംഗ്, ബാഡ് ഫീലിംഗ്. And according to me, all feelings are good. Okay, ഇപ്പം അപ്പൻ നിന്നോട് തോന്നിയാസം പറഞ്ഞു, നിനക്ക് അപ്പനോട് ദേഷ്യമില്ല. അപ്പൊ അമ്മ പറയുന്നത് നിനക്ക് അപ്പനോട് ദേഷ്യപ്പെടാൻ പാടില്ല. പിന്നെ ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ നമുക്ക് 4 തരത്തിലായിട്ട് ഫേസ് ചെയ്യാം. ഒന്ന്, നമുക്കത് എക്സ്പ്രസ് ചെയ്യാം, പ്രകടിപ്പിക്കുക. 2, സപ്രസ് ചെയ്യാം, അടിച്ചമർത്താം. ഓക്കെ, ചിലരില്ലേ ഇടിച്ച് മൂക്കിടിച്ച് പറഞ്ഞാൽ പക്ഷെ കാലടിച്ച് ഓക്കെ അത് സപ്രസ്. പിന്നെ ഡിപ്രസ്, നിരാശയിൽ നമുക്ക് അതിന് ഡൈവേർട്ട് ചെയ്യാം. പിന്നെ എക്സ്പ്ലോർ, ദേഷ്യം വന്നു മൂക്കിടിച്ച് നടക്കാം. ഓക്കെ, ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ വിച്ച് ഇസ് ദ ബെസ്റ്റ് വേ വി ക്യാൻ എൻകൗണ്ടർ ഇറ്റ്.
എക്സ്പ്രസ്. ഓക്കെ, ഇപ്പൊ അപ്പൻ തോന്നിയ പറഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് പറയാം എനിക്ക് അപ്പനോട് ദേഷ്യം ഉണ്ടാകും പറഞ്ഞു കഴിഞ്ഞാൽ ബട്ട് യു എക്സ്പ്രസ് യുവർ ഫീലിംഗ്. ഓക്കെ, ദാറ്റ് ഈസ് യുവർ റൈറ്റ്. ഓക്കെ, റൈറ്റ്. മൂന്നാമത്തെ നമ്മുടെ വ്യത്യാസം ഹാർട്ട് ടു ലവ്, സ്നേഹിക്കാനുള്ള ഹൃദയം. ഓക്കെ, ഈ ടോപ്പിക് പറയുമ്പോൾ ഞാൻ തമാശ പറയും. ഒരു ടീച്ചർ ക്ലാസ്സിൽ ചോദിക്കും ആരായിത്തീരണം. ഒരു സ്മാർട്ട് പെൺകുട്ടി എഴുന്നേറ്റെന്ന് പറയും ടീച്ചറിന് 3 കുട്ടികളുടെ അമ്മയാണ്. ഉടനെ ഒരു പയ്യ എഴുന്നേറ്റെന്ന് പറയും ടീച്ചറിന് ആ 3 കുട്ടികളുടെ അച്ഛനാണ്. അപ്പൊ ഒതുക്കി പിടിച്ചിരിക്കുക ചീച്ച് കുറച്ച്. ഓക്കെ, ഇപ്പം ടീനേജ് പറഞ്ഞാൽ 13 തൊട്ട് ഏജ് ഡിഫറൻസ് ബിറ്റ്വീൻ ടീനേജ് എന്ന് പറഞ്ഞാൽ 13 to 19. ഈ പ്രായം ഒരു വല്ലാത്തൊരു പ്രായം, നിങ്ങൾക്കറിയാം എനിക്കറിയാം. ഓക്കെ, പക്ഷെ ഈ പ്രായം നമുക്ക് വേണം. നമുക്ക് പറയാം ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റുമോ? 12-ാം വയസ്സ് കഴിഞ്ഞാൽ എന്നെ 19 വയസ്സ് വരെ എന്നെ കൂട്ടിയിട്ടേര് എന്നെ പുറത്തോട്ട് വിടണമെന്ന് പറയാൻ പറ്റുമോ? No, we can. There is no shortcut in life. Okay, right. അപ്പം ഞാൻ നിങ്ങൾക്ക് അത് പിക്കപ്പ് ചെയ്യാനായിട്ടുള്ള ചില ക്ലൂ പറഞ്ഞു. ഒന്ന്, മൈ ബിഹേവിയർ മൈ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, അപ്പം നമ്മൾ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലോട്ട് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ വലുപ്പം വ്യത്യാസമാകുന്നതിനനുസരിച്ച് വി ഷുഡ് ഹാവ് അവർ റെസ്പോൺസിബിലിറ്റി. ഓക്കെ, റൈറ്റ്. നമ്പർ 2, തിങ്ക് ട്വൈസ്. 2 പ്രാവശ്യം നമ്മൾ ചിന്തിക്കണം. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു കത്ത് തരാണ്, നീ ഐശ്വര്യാണ്, നീ തിരിച്ചു കൊടുത്തു, നീ ഷാരൂഖ് ഖാനാണ്, മേഹൂന എത്ര ദിവസം പോകും? കുറച്ചാള്. ഇപ്പം സ്കൂൾ പിള്ളേരുടെ ലവ് സ്റ്റോറിയാണ് ഇപ്പം സിനിമയില് മോട്ടായിട്ട് അല്ലേ. പണ്ട് അടാലവും പണ്ടിറങ്ങി അത് വലിയ ഹിറ്റായി, അതിനുള്ള പ്രേമലു ഒക്കെ കുറെ ഇതുകളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, റൈറ്റ്. ഇപ്പം നമ്മുടെ ടി വി എടുത്തു കഴിഞ്ഞാൽ ഷോർട്ട് പൊല്യൂട്ടഡ്. ഒരു ടി വിയിൽ പരസ്യമില്ലേ, ഒരു ചേച്ചി ഷോപ്പിംഗ് മോൾ ഇങ്ങനെ മനസ്സാണ്. ഒരു ചേട്ടൻ ഈ ചേച്ചിക്ക് ചുറ്റും അടുത്ത് കൊച്ചിന്ന് ഈ ചേച്ചിനെ മമ്മി എന്ന് വിളിക്കുമ്പോൾ ഇവൻ നെഞ്ചത്ത് കൈ വെച്ച് ആ മമ്മി ആയിരുന്നോ? ഓക്കെ, സാധാരണ കല്യാണം കഴിഞ്ഞാൽ ഒരു ചേച്ചി ചെയ്യുന്ന മര്യാദ സിന്ദൂരം കുത്ത അല്ലെങ്കിൽ താലി ധരിക്കുക. ഓക്കെ, ഇതൊക്കെ ധരിക്കുന്ന ചേച്ചി നമ്മളോട് പറയുന്ന മെസ്സേജ് അല്ല, മോനെ എൻ്റെ വണ്ടി ഓൾറെഡി ബുക്ക്ഡാണ്. ഓക്കെ, റൈറ്റ്. പക്ഷെ ഈ ചേച്ചിക്ക് അതൊക്കെ ഉണ്ടാവും. നിങ്ങൾ പറയും ഗൾഫിലുള്ള അപ്പനെ ഞാൻ 2 വർഷം പഠിച്ചു, നാട്ടിലുള്ള അമ്മയെ ഞാൻ 1 വർഷം പഠിച്ചു, അനിയനെ കൂട്ടുകാരത്തിയെ 6 മാസം പഠിച്ചു. ഡോണ്ട് ബിക്കം ഓവർ സ്മാർട്ട്. വെൻ യു ചീറ്റ് അതേഴ്സ് യു ചീറ്റ് യുവർസെൽഫ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് കണ്ടറിയാം. ഓക്കെ, പിന്നെ ഈ വളരുന്ന പ്രായം അനുസരിച്ച് we have feeling, we should respect it. ഓക്കെ, കുഞ്ഞിൻ മാഷിന്റെ ഒരു കവിതയുണ്ട്, കേട്ടപ്പോൾ കാണണം തോന്നി, കണ്ടപ്പോൾ കെട്ടണം തോന്നി, കെട്ടിപ്പോയപ്പോ പെട്ടുപോയെന്ന് തോന്നി. അങ്ങനെ പെട്ടിപ്പോകേണ്ട ഗതികേടുണ്ടോ? ഇല്ല. ഇപ്പൊ ചിലര് പ്രപ്പോസ് ചെയ്തു, നോ പറഞ്ഞു കഴിഞ്ഞാൽ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുന്നു, സ്വയം കുത്തുന്നു, എന്തിന്? ബാക്കിസ് നോൺസെൻസ്. ഓക്കെ, ലോകത്തിൽ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ. ആൻഡ് ടുഡേ കലിയുഗം എന്ന് പറഞ്ഞ് നമ്മളല്ല ഉപന്യാസത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബട്ട് വി ഷുഡ് ഹാവ് ഹ്യൂമൻ ക്വാളിറ്റി ഓഫ് ബാലൻസിങ് അവർ ഇമോഷൻസ് ആൻഡ് ഫീലിംഗ്സ്, റൈറ്റ്? യാ. പിന്നെ കല്യാണം കഴിക്കാൻ ഇന്ത്യൻ ഗവൺമെന്റ് അനുവദിച്ചിരിക്കുന്ന സമയം പെൺകുട്ടികൾക്ക് എത്ര? 18 and boys 21. അപ്പൊ അത് വരെ വി ഹാവ് ടൈം. അപ്പം ആസ് എ സ്റ്റുഡന്റ് യു കോൺസെൻട്രേറ്റ് യുവർ ഉത്തർപ്രദേശ്. ഓക്കെ, തല നടക്കാൻ എന്തെങ്കിലും ചെയ്യാം, ബാക്കിയൊക്കെ അതിന് കൂടെ വന്നു. ഓക്കെ, റൈറ്റ്. നമ്പർ 4, കോൺഷ്യസ് ഫോർ ഡിസേൺമെന്റ്. റൈറ്റ്, നല്ലതും തിന്മയും ചീത്തയും തിരിച്ചറിയാണ് മനുഷ്യന്റെ കഴിവ്. ഓക്കെ, അത് നമുക്ക് മനുഷ്യർക്കുള്ള. ഇപ്പം ഒരു ഗ്ലാസ്സിന് നമ്മൾ കല്ലെറിയുന്നത് നമ്മുടെ ഉള്ളിലൊരു സ്ഥലം വരും, പക്ഷെ അവനെ നമ്മൾ നിയന്ത്രിക്കണം, അവനെ അനുസരിക്കണം. നമ്മൾ മനസാക്ഷിയെ ധിക്കരിച്ച് പ്രോഗ്രാസം ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ വി എൻഡ് അപ്പ് ഇൻ ജയിൽ ഓർ കമ്മിറ്റ് സൂയിസൈഡ്. ഓക്കെ, റൈറ്റ്. നമ്മൾ പ്ലേ വിത്ത് അവർ ലൈഫ്. ഓക്കെ, 5ാമത്തെ വ്യത്യാസം മോക്ഷം തേടുന്ന ആത്മാവ്, സോൾ ഫോർ പ്യൂരിഫിക്കേഷൻ.
നമ്മുടെ വിശ്വാസം എന്താ? മരിച്ചു കഴിഞ്ഞാൽ ശരീരം എങ്ങോട്ടും മണ്ണിലേക്കും. പിന്നെ എന്താ നിലനിൽക്കുന്നത്? എന്തെങ്കിലും ഉണ്ടോ? മരിച്ചു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും ബാക്കിയുണ്ടോ? പക്ഷേ വേറെ എന്തെങ്കിലും ബാക്കിയുണ്ടോ? What is the proof that you are so? You are science students. മറ്റൊരു ആരെങ്കിലും വന്നിട്ട് പറഞ്ഞോ മക്കളെ ഇപ്പം ചില സിനിമകളിലെ കളിക്കളം അല്ലേ ഓക്കെ പടക്കം കുറെ ഇങ്ങനെ ഉപന്യാസങ്ങള് പിള്ളേർ തലയിൽ ഇൻജക്ട് ചെയ്യാനുള്ള കുറെ ഇതിലൊക്കെ ആയിട്ട് അല്ലേ? പ്രൂഫ് ദാറ്റ് യു ആർ സോ. നമ്മുടെ വിശ്വാസം അതല്ലേ എല്ലാം. നമ്മുടെ വിശ്വാസം മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് മണ്ണിലോട്ട് പോകുമ്പോൾ നമ്മുടെ ആത്മാവ് നിലനിൽക്കും. മരിച്ചു കഴിഞ്ഞാൽ ആത്മാവിന് എന്താ സംഭവിക്കാം?